4-5 ദിവസമായി നല്ല മഴയല്ലേ. മഴ അങ്ങ് കടുത്തതിന് ശേഷം നമുക്ക് മീൻ കിട്ടുന്നേ ഇല്ല. മീനില്ലാതെ ചോറ് കഴിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ 1-2 ദിവസമൊക്കെ തട്ടിമുട്ടി പോവും. അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്തായാലും പുറത്ത് പോയി മീനുള്ള കട തേടിപ്പോയി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇന്നലെ വിളിച്ച് ചോദിച്ച്, ഇന്ന് സൺഡേ ആണ് കടയുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചതിന് ശേഷം നേരെ വെമ്പായം രാജാ തട്ടുകടയിലോട്ട് വിട്ട്. നമ്മുടെ അവിടെ നിന്ന് ഒരു 1/2 അവറെങ്കിലും വേണം അവിടെ എത്താൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് കാരണം നമ്മൾ പുറത്ത് ക്യൂ നിൽക്കണം, അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് 11:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ചെന്നപ്പോഴും ക്യൂ അല്ലെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കടയുടെ ഓണർ വിളിച്ചിട്ട് എത്ര സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിക്കോളും. നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ പോകുന്നൊരു ഹോട്ടലാണ്. ഇല്ല, ആരെ കണ്ടാലായാലും അവരങ്ങനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. കപ്പയും പൊരിച്ച മീനും എല്ലാം കൂട്ടി ഊണ് കഴിച്ചതിന് ശേഷം വീട്ടിൽ വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഫ്രൈയും കൂടെയൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. വരുന്ന വഴി കപ്പലണ്ടി മിഠായി ചേട്ടന് ഭയങ്കര ഇഷ്ടം. അത് സൂരജ് എടുത്ത് കൊടുക്കുകയാണ് ചേട്ടന്. കാത്തൂന് പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നേ. മീനാക്ഷിക്ക് കാറിൽ കയറുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് കയറിയ ഉടൻ തന്നെ ഉറങ്ങിക്കളയും. കാത്തും അതെ, ഇഷ്ടമില്ല കാറിൽ കയറുന്ന. കാത്തൂന് AC വേണ്ടെന്ന് പറഞ്ഞ് കാറ് തുറന്നിട്ടാണ് ഓടിച്ചത്. അതുകൊണ്ട് എൻ്റെ മുഖത്ത് ബേബി ഹെയർസ് മുഴുവൻ വന്ന് കിടക്കുന്ന കണ്ട. വീട്ടിലെത്തി കുറച്ച് നേരം ഉഴപ്പിയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ചേമ്പെടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ചേ. എനിക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മുട്ടം പാൽ ചേമ്പ് ഇന്നലെ വാങ്ങിക്കൊണ്ട് വച്ചിരുന്നു. ഈ ചേമ്പ് നമ്മൾ ചെത്തി എടുക്കുമ്പം തന്നെ ഭയങ്കര വിഴുവിഴുപ്പാണ്. അപ്പം നന്നായിട്ട് കഴുകി എടുത്താലും ആ വിഴുവിഴുപ്പ് അതിൻ്റെ ആ ഒരു ഇന്നേറ്റായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കയ്യിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ കൂടെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശൈലിയാണ്. അതിൻ്റെ സത്ത് മുഴുവൻ പോകുന്നത് വരെ എന്ത് സാധനമായാലും കഴുകും, എന്നിട്ടെടുത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ചേമ്പിന് കൂട്ടായിട്ട് ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുക്കണ്ടേ, അതിന് ഉള്ളി മീനാക്ഷി റെഡിയാക്കി തന്നേ. ഇനി കാന്താരി മുളക് പറിച്ചുകൊണ്ട് വരാം. മീനുവിൻ്റെ കാല് ആക്സിഡൻ്റ് ആയതിന് ശേഷമുള്ള അവസ്ഥയാണ്. എടുത്തു വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാൻ പുറത്തോട്ട് എൻ്റെ മുളക് പാടത്തിലേക്ക് അങ്ങ് ഇറങ്ങിയേട്ടാ. ചെടിച്ചട്ടിയിലാണ് എൻ്റെ കാന്താരി മുളകൊക്കെ നിൽക്കുന്നത്. അതിന് ഇച്ചിരി ലൈഫേ ഉള്ളൂ. നമ്മൾ മുറ്റത്ത് തറയിൽ നടുവാണെങ്കിൽ ഒരുപാട് കാലം അതങ്ങനെ തന്നെ നിൽക്കും. മഴ തുടങ്ങിയതിന് ശേഷം എൻ്റെ കാന്താരി കുറച്ച് ഉഷാറായിട്ടുണ്ടേ. ഇതിനിടയ്ക്കൊരു സ്പെഷ്യൽ കാന്താരി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. ഇത് കണ്ടു നോക്ക് കൂട്ടുകാരെ, ഇത് എന്ത് ഷേപ്പാന്ന്. നമ്മൾ പൂക്കളുടെയൊക്കെ കാലിക്സ് ഇല്ലേ, അതുപോലെ ആയിരിക്കുന്നത്. ശരിക്കും ഇത് കാലിക്സ് അല്ല, ഇത് ഇത്രയും കട്ടി തന്നെയുള്ള ഒരു കാന്താരി പോലെയാണ് അത് നിൽക്കുന്നത്. കണ്ട, ഇത് ഒരു കാന്താരി. ഇനി ഇതുപോലത്തെ വേറൊരെണ്ണം കൂടെ ഞാൻ കണ്ട്. പക്ഷേ അതിൽ ഇത്രയും പെറ്റൽസ് ഇല്ല, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. കണ്ട. ശരി, എന്തായാലും 2 കാന്താരിയിൽ നിന്നും കൂടെ കുറച്ച് കാന്താരി മുളക് കിട്ടി. അതിനെയും ഉള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാമേ. കാന്താരി മുളക്, ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടെ നന്നായിട്ട് ചതയ്ക്കണം. അതിനുശേഷം ഞാൻ ചതച്ച് ഈ അമ്മിക്കുട്ടിയിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തതിന് ശേഷമാണ് കുറച്ച് പുളിയുടെ ഒരു ജ്യൂസും ഒഴിക്കും, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കും. യമ്മി ടേസ്റ്റ് ആയിരിക്കുമേ. ചേമ്പ് റെഡി, കാന്താരി മുളകും ഉപ്പും കൂടെയുള്ള ചമ്മന്തിയും റെഡി. എൻ്റെ ഫാഷൻ കാന്താരി മുളകിനെ ഞാൻ നിങ്ങൾക്ക് നല്ലോണം ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഇതൊരെണ്ണം, പിന്നെ ആ പ്ലേറ്റിലിരിക്കണ അതൊരെണ്ണം. കണ്ട, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായത്? ഇതെല്ലാം റെഡിയാക്കി വെച്ചപ്പം സൂരജ് ഓടിപ്പോയി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നേ. കാത്തൂനും മീനാക്ഷിക്കും പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ടീ റസ്ക്, പിന്നെ എന്തോ പപ്സ്, ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്ന്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നാൽ പിന്നെ ശരി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാനും എല്ലാ സാധനവും കഴിച്ചു നോക്കി. ചേമ്പും കാന്താരി മുളക് ചമ്മന്തിയും പിന്നെ ഒരു കോഫിയും കൂടെ ചേർത്ത് കഴിക്കാമെന്നിരുന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ മേലാണ് അവ ഇടുത്തി പോലെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടത്. പിന്നെ പോട്ടെ, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ എൻ്റെ ചേട്ടനല്ലേ ഉള്ളൂ. അങ്ങനെ ചേട്ടൻ കഴിച്ച്.